ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. അങ്ങനെ ഒരു ആയുധം ഉണ്ടോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 6-10 മുതൽ ഒന്ന് വായിച്ച പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം. രക്ഷ കൂടുതൽ അടുത്തെത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്കറിയാം, ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴേക്കും ഈ ഇങ്ങനെ ഒരു വടിക്കഷ്ണം പിടിച്ചിട്ട് ഓടുന്ന ഒരു ഓട്ട മത്സരം കണ്ടിട്ടില്ലേ? വെറുതെ ചീപ്പായിട്ട് പറഞ്ഞ വടിക്കഷ്ണം എന്നൊക്കെ എന്തായാലും പറയണത് എനിക്കറിയില്ല. ഒരു വടിക്കഷ്ണം പിടിച്ചിട്ട് ഓടുന്ന കണ്ടിട്ടില്ലേ? ബ്രില്യാണ് അല്ലേ? എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആകെ ഒരു പ്രൈസ് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചതിൽ ആകെ കിട്ടിയേക്കണ സ്പോർട്സിന് കിട്ടിയേക്കണ ഒറ്റ പ്രൈസ് ഈ റിലേയിൽ മാത്രം കിട്ടിയിട്ടുള്ളത്. കാരണം എന്താണെന്നറിയാമോ? ബാക്കി കൂട്ടത്തിൽ ഓടുന്ന 3 പേര് നല്ല സ്പീഡിൽ ഓടുന്നവരായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ 4ാമത് ഓടാൻ പറഞ്ഞിരുന്ന ആൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഓട്ടം അധികം ഇല്ലാത്ത എനിക്കൊരു അവസരം കിട്ടി. അന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ സ്പോർട്സിന് ആകെ കിട്ടിയിട്ടുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്പോർട്സിൽ കിട്ടണമെന്ന്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. ഇപ്പൊ ഹൈദരാബാദിൽ പോയി 49ാമത്തെ വയസ്സിൽ നാഷണൽ വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ കിട്ടി. വെയിറ്റ് ലിഫ്റ്റിങ് പവർ ലിഫ്റ്റിനേക്കാൾ ഇത്തിരി പാടാണ്. ഇപ്പൊ ഈ പ്രാവശ്യം കോഴിക്കോട് പോയി പിന്നെ ബെഞ്ച് പ്രസ് കോമ്പറ്റീഷനിൽ ഈ അടുത്ത് 2-3 മാസം മുമ്പ് പോയിട്ട് അവിടെ വെച്ച് വീണ്ടും എനിക്ക് സെക്കൻഡ് സ്റ്റേറ്റ് ലെവലിൽ കിട്ടി. അത് വലിയ കാര്യമല്ലേ? കേരളം മുഴുവൻ നിന്ന് ആൾക്കാർ വരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏത് കാര്യത്തിലൊക്കെയാണ് നമുക്ക് സങ്കടമുള്ളത്? നമ്മുടെ വയസ്സ് മാറി, പ്രായം കഴിഞ്ഞ്, അല്ല കല്യാണം കഴിഞ്ഞ്, മക്കളായി, അവരുടെ കല്യാണം കഴിഞ്ഞ് എന്ന് പറഞ്ഞാലും ദൈവം നമ്മളെ ഉപേക്ഷിക്കൂല. കൈയടിച്ചോ നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, നീ ഏത് കാര്യത്തിൽ നാണംകെടയും വിഷമിക്കും. ഞാൻ ഈ സ്കൂളിൽ പന്നുരുത്തി സെയിന്റ് റീതാസ് സ്കൂളിലാണ് പഠിച്ചത്. സ്പോർട്സിന്റെ കോച്ചിങ്ങിന് വേണ്ടി നിൽക്കാൻ പറയും. എല്ലാ കൊല്ലവും കുറെ ദിവസം നിൽക്കും. പക്ഷെ വന്നു കഴിയുമ്പോൾ ഇവിടെ തിന്നണ്ടേ എന്തെങ്കിലും. ഈ കഷ്ടപ്പെട്ടിട്ട് മലമറിച്ച് എക്സസൈസും കഴിഞ്ഞ് വരുമ്പോ തിന്നാനൊന്നും പാത്തിന് ഇല്ല. ആകെ പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ്. അപ്പോ ഈ കിടന്ന് ക്ലാസ്സിലെ വൈകുന്നേരം വരെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിനു വേണ്ടി സ്പോർട്സിന് ഇറങ്ങാനുള്ള പിള്ളേർക്ക് കോച്ചിങ്ങിന് വേണ്ടി വെക്കുന്നത്. പക്ഷെ കുറെ ദിവസം കഴിയുമ്പോൾ അത് ഇട്ട് തല്ലിക്കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ആ സങ്കടങ്ങളെല്ലാം എണ്ണുന്ന ദൈവം ഇപ്പം ശ്രേയസ് അവന്റെ സ്ഥാപനം തന്നെ ഈ സ്പോർട്സ് ലെവലിൽ ആളുകളെ കോച്ചിങ് ചെയ്യുന്ന, ഇപ്പൊ ജിമ്മാണ്, ഫിറ്റ്നസ് സെന്റർ ആണ്. പക്ഷെ അതില് കോച്ചിങ് കുറെ പേരാ. ഇപ്പൊ ഈ അടുത്ത മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്, അവനും കിട്ടി ഒത്തിരി അവാർഡുകൾ, അനുഗ്രഹം കിട്ടി. അപ്പൊ ഏത് കാര്യത്തിൽ നീ വിഷമിച്ചോ ആ കാര്യത്തിൽ കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന മകന്റെ അപ്പനാകാനും കൂടെയുള്ള അനുഗ്രഹം ഈശോ തന്നു. കൈയടിച്ച് ഈശോ നന്ദി പറഞ്ഞ് ഒരു സന്തോഷമില്ലേ നിങ്ങൾക്ക്? ഹല്ലേലൂയ. യേശുവേ നന്ദി. IG പൂമ്പഴലി മാഡത്തിന് അവൻ ഫ്ലാറ്റിൽ പോയി പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ഈ സ്ഥാപനം കൂടെ ആയപ്പോ ഓടാൻ പറ്റുന്നില്ല, ഓടിയെത്തണം, അവരുടെ ഫ്ലാറ്റിൽ ചെല്ലണം. അപ്പൊ പറഞ്ഞു, മാഡം എനിക്കിത് പറ്റുന്ന, നിന്നെ വിടണ പ്രശ്നമില്ല, നല്ല റിസൾട്ട് ഉണ്ട്, അതുകൊണ്ട് നീ തന്നെ എന്നെ കോച്ചിങ് ചെയ്താൽ മതി. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ഇങ്ങനെയുള്ള നല്ല റിസൾട്ടുകൾ കിട്ടാനുള്ള അനുഗ്രഹം ദൈവം തന്നു. ഇപ്പൊ അടുത്ത മാസം ഡിസംബർ മാസം അനുഗ്രഹക്ക് പിന്നെ എക്യുപ്ഡ് ആയിട്ടുള്ള പവർ ലിഫ്റ്റിങ്ങിന്റെ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരെണ്ണം ഇപ്പൊ കിട്ടി. അപ്പന് സ്കൂളിൽ പറ്റാത്തത് മക്കൾക്ക് കർത്താവ് യൂണിവേഴ്സിറ്റിയിലും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും കൊടുത്തു. അവര് പോയ വഴി കർത്താവ് എന്നെയും കൊണ്ടുപോയി ഇതൊക്കെ തരാൻ വേണ്ടി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് കാര്യത്തിന് വിഷമിച്ചോ, നമ്മൾ ആരോടും വൈരാഗ്യവും വെറുപ്പോ ജീവിതത്തെ ശപിക്കുകയോ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അത് ഇപ്പൊ നമുക്ക് അറിവില്ലാതെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല സഹനം ഗുണകരമാണെന്ന്. അതുകൊണ്ട് നമ്മൾ അത് എടുത്ത് ദൈവമേ ഇപ്പൊ അന്നത്തെ എൻ്റെ അഹങ്കാരം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ഞാൻ വിചാരിച്ചത് കിട്ടാഞ്ഞത് കൊണ്ട്, വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റാഞ്ഞുകൊണ്ട്, എത്താഞ്ഞുകൊണ്ടൊക്കെ വിഷമിച്ചിട്ടുണ്ട്. ഇത് നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അപ്പൊ കൂടിയിരിക്കുന്ന പിശാചൊക്കെ വിട്ടുപോകും എന്ന് മാത്രമല്ല, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. സാധാരണ എപ്പോ ഓടിപ്പോയെന്ന് ചോദിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഏബലല്ലേ കൊച്ചിന്റെ ഏബൽ എന്നല്ലേ കൊച്ചിൻ എയ്സൽ. കൊച്ച് ഹല്ലേലൂയ എന്ന് പറയുമ്പോ രണ്ടേയും കൊച്ചു പൊക്കി പിടിച്ച്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന വലിയ മൂത്ത് മുതുക നമ്മളൊക്കെ കൈയൊന്നും പൊങ്ങണില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. തിരിഞ്ഞിരുന്ന കൊച്ച് മുന്നോട്ട് തിരിഞ്ഞ് നിന്നിട്ട് വേഗം ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോ രണ്ടേയും നല്ലോണം പൊക്കി പിടിച്ച്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ടാണ് മത്തായി 18:3 പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണാനായിട്ട് ലോകരാജ്യമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തിന്നുപിടിച്ച് നശിച്ച് നരകത്തിലോട്ട് പോകും, അല്ലെങ്കിൽ അതിന്റെ അരികിൽ കൂടെയൊക്കെ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 56:8 പറയുന്നുണ്ട്, നിന്റെ അലച്ചിലുകൾ അവിടുന്ന്, നിന്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കുടുംബത്തില് ഭയങ്കര പ്രശ്നം. പാലാരട്ടം പോലീസ് വെളിപ്പുറത്ത് ചെന്ന് പോലീസിന് തന്നെ ഒരു മടുത്ത്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഇതെന്തോ ഒരു പൈശാചിക കുടുംബത്തില് ഭയങ്കരമായ പ്രശ്നം. ഭാര്യയും ഭർത്താവും തമ്മിലും അപ്പനും മക്കളും തമ്മിലും എല്ലാം ഭയങ്കര പ്രശ്നം. ഒരു ക്രിസ്ത്യാനി കുടുംബമാണ്. അവർ എറണാകുളത്തുകാരല്ല, എറണാകുളത്ത് വന്ന് താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവരുമായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ വഴി ഇവരിങ്ങനെ ഈ മകൻ എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മയുടെ അമ്മേനെ വിളിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു. അമ്മയൊന്നും ഇനി വരില്ല, അമ്മേനെ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ അപ്പനെ അമ്മനെ കൊല്ലാൻ വേണ്ടി നടക്കണേണ്. ഇയാളൊരു പത്രപ്രവർത്തകനും കൂടെയാണ്, ദേഹോപദ്രവങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇവര് കരഞ്ഞു വിളിക്കുമ്പോൾ പോലീസ് ഓടി വരും. അതിനേക്കാൾ ഇരട്ടി അയാള് എഴുതി കൊടുക്കും. അയാൾക്ക് നല്ല അറിവും പഠിപ്പുണ്ട്. അടുത്ത ദിവസം അയാള് വേറെ പെറ്റീഷൻ കൊടുക്കും. ഈ കുടിച്ച് തലവത്തി കിടക്കുന്നതിനാ എന്ത് ചെയ്യും? ആകെ തലവേദന. പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ മകൻ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അടുത്ത നാളില് വേറൊരു കുട്ടീനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ വിവരമൊന്നും ഇതുവരെ അറിഞ്ഞില്ലല്ല, കൂടിയാ കുറഞ്ഞ എന്തായി? ബ്രദറെ അതെല്ലാം ശരിയായി. ഞങ്ങൾ ഇപ്പൊ അപ്പനും അമ്മയും മക്കളും എല്ലാരും കൂടി ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഭയങ്കര പ്രശ്നവും ദേഹോപദ്രവവും. പോലീസുകാരെന്ത് ചെയ്യും? പണ്ടത്തെ പോലെ അടിക്കാനും തല്ലാനും കൊല്ലാനും ആണെങ്കിൽ രണ്ടെണ്ണം കൊടുത്ത് പേടിപ്പിച്ചൊക്കെ ഒതുക്കുക. ഇതൊന്നും പാടില്ല. അവർക്ക് ജീവിക്കണ്ടേ, അവരുടെ പണി പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അല്ലാതെ തന്നെ തന്നെത്താനെ ഉപദ്രവിച്ചിട്ട് അവര് ചെയ്തു ഇവര് ചെയ്തു ഭാര്യ ചെയ്തെന്നും പറഞ്ഞിട്ട് തന്നെത്താനെ മുറിവൊക്കെ ഉണ്ടാക്കിയിട്ട് പോലീസിനെ വിളിച്ച് വരുത്തുന്ന ടൈപ്പാണ്. പത്രപ്രവർത്തകനാണ്, എന്നെ കൂടിയതാണ്. പക്ഷെ അതിനേക്കാൾ കൂടിയ ഒരു കർത്താവുണ്ട്. കർത്താവ് ഒരു തൊട്ടപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, ബ്രദറെ അതൊക്കെ ശരിയായി, ഇപ്പൊ നല്ല സമാധാനത്തിലാണ്, അപ്പം കുടിക്കണമൊന്നുമില്ല, ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ വർഷങ്ങളായിട്ട് ഒരുപാട് നാളുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ ആരാധന, ആബാ പിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഉയർച്ച ഉണ്ടായാലും തകർച്ച ഉണ്ടായാലും തടസ്സം ഉണ്ടായാലും പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും തുറവികൾ ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിനെ സ്തുതിക്കണം. ഇതാണ് നമ്മുടെ ജയിക്കോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഹൈക്കോർട്ടിന്റെ അവിടെ ഉണ്ണിമിശിഹാ പള്ളിയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ച്. അപ്പൊ ഞാൻ നോക്കുമ്പോഴേക്കും ആരിപ്പുണ്ട്? അവിടെയും ജയിക്കോ ഇരുന്ന് ഹല്ലേലൂയ പറയുന്നുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകില്ല ജയിക്കോ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും പള്ളിയിലും പോകും, എല്ലാ ദിവസവും ജോലിക്ക് പോകും. ഒരു ദിവസം ജോലി ഇല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഒറ്റ പൈസ കളയാതെ കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിൽ കൊടുക്കും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലർക്കും പരാതിയാണ്, അവളെന്നെ ശമ്പളം അറിയാൻ വേണ്ടി നടക്കണം, എന്റെ പൈസ മേടിക്കാൻ വേണ്ടി നടക്കണം എന്ന് പറയും, അല്ലേ? അപ്പൊ അവര് അങ്ങാടും ഇങ്ങാടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുസരണവും ദൈവകൃപയിലാണ്. ജയിക്കുവാനെ കുടുംബത്തെ സമർപ്പിച്ചൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഹല്ലേലൂയ.
11:1, എബ്രായർ 11:6 രണ്ടിലും പറയുന്നുണ്ട്. എന്താണ്? കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യം, പ്രൈസലോ, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ മകൾക്ക് വേണ്ടി, മകൾക്ക് കുട്ടികളില്ലായിരുന്നു, അപ്പൊ യൂട്യൂബിലൂടെ ബ്രദർ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വചനങ്ങൾ പോസ്റ്റ് ചെയ്തത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർക്ക് ഇട്ടും കൊടുത്തു. ഇപ്പൊ 4-5 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്ന എൻ്റെ മകൾ ഇപ്പൊ 2 മാസം ഗർഭിണിയാണ്. കൈയടിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അപ്പൊ വചനം മാംസം ധരിക്കും. വചനത്തിലൂടെ തടസ്സങ്ങൾ മാറ്റിത്തരും. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഠിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് 2 മക്കളുമായി എഞ്ചിനീയറായ ആൾക്ക് ഇന്ന് വരെ എഞ്ചിനീയറിന്റെ പണി കിട്ടിയിട്ടില്ല. എഞ്ചിനീയറിന്റെ പണി കിട്ടിയിട്ടില്ല. ഇവിടുന്ന് ഗൾഫിൽ പോയിട്ടും ആ പണിയും കിട്ടിയിട്ടില്ല. അതനുസരിച്ചുള്ള ശമ്പളം ഇല്ല. പക്ഷെ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ച് നിൽക്കാൻ തട്ടിമുട്ടി ജീവിച്ചു പോകാം ചിലവൊക്കെ ആയിട്ട്. എന്നാലും പല വഴി ഇട്ടിട്ട് പല ഗൾഫുകാർക്ക് സംഭവിക്കുന്നത് പോലെ കുടുംബം വിടാം. അവരവരുടെ വഴിക്ക്, ഇവരുടെ വഴിക്ക്. അവസാനം ഉണ്ടാക്കിയതെല്ലാം ചെതറിപ്പോകുന്ന അവസ്ഥ. മക്കളൊക്കെ ഓരോ കേസിലും പ്രശ്നങ്ങളിലും ഒക്കെ പെടുന്ന അവസ്ഥകൾ. അങ്ങനെ ഈ സഹോദരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചും കൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കർത്താവേ ഞങ്ങൾ ഉയർത്തണമേ. പ്രാർത്ഥിച്ച് വീട്ടില് ഓർഗൻ പഠിപ്പിക്കാൻ വന്ന സാറ് ഒരു നമ്പർ കൊടുത്തിട്ട് പറഞ്ഞ്, എനിക്ക് തന്ന ചാൻസ് ആണ്, പക്ഷെ ഒന്ന് വിളിച്ചു നോക്ക്, ഉത്തരവാദിത്വമൊന്നുമില്ല, അവരവരുടെ റിസ്ക് എടുത്ത് ചെയ്തോണെന്ന് പറഞ്ഞു. വിളിച്ചു നോക്കി, പിടിച്ചോ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്. അപ്പൊ നമ്മുടെ ഓൺലൈൻ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്ന ദിവസങ്ങളിൽ ആ കുടുംബം ഓൺലൈൻ പ്രാർത്ഥന ഓടിക്കൊണ്ടിരുന്നു. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. നാട്ടിൽ ലീവിൽ വന്നപ്പോൾ കൗൺസിലിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാനുള്ള വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ കുടുംബ സമേതം UK-ലുണ്ട്. എല്ലാവരും അവിടെ ഉണ്ട്. ഭർത്താവിന് എഞ്ചിനീയറായിട്ട് തന്നെ UK-ൽ ജോലി കിട്ടി. കൈയെടുത്തീശോ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് പഠിച്ചിട്ട് എഞ്ചിനീയറിന്റെ അരികിൽ പോലും തൊടാൻ പറ്റാത്ത അതും ഇതൊക്കെ തട്ടിമുട്ടിപ്പോയി. പക്ഷെ എത്തേണ്ടിടത്ത് എത്തിയപ്പോ കിട്ടേണ്ട രീതിയിൽ കിട്ടി. പലരും പറയും ഇവിടത്തെ പഠിച്ചുകൊണ്ട് എന്നിട്ട് കാര്യമില്ല, അവിടത്തെ പഠിച്ചാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ മനുഷ്യന് അവിടെ കിട്ടിയെന്ന് മാത്രമല്ല, ഇപ്പൊ അവര് സ്വന്തമായിട്ട് ഒരു വീടൊക്കെ മേടിച്ച്, വീടും കാറും ഒക്കെ ആയി. അപ്പനും അമ്മയും മക്കളും കൂടെ UK-ല് വന്നതല്ലേ, ഇനി പള്ളിയിലൊക്കെ അടുത്തെങ്ങാൻ പള്ളിയുണ്ട്, അങ്ങനെയല്ല, കഷ്ടപ്പെട്ടിട്ടായാലും എല്ലാ ദിവസവും പള്ളിയിൽ വരാൻ തുടങ്ങി. അപ്പൊ അവിടെ അധികം നിസ്സാര വിരലിലുണ്ടാവുന്ന ആൾക്കാര്, വയസ്സന്മാരൊക്കെയാണ് പള്ളിയിലുള്ളത്. മക്കളുടെ അഡ്മിഷന് വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടുകൾ. നല്ല നല്ല സ്കൂളുകളിലൊക്കെ കിട്ടണമെങ്കിൽ ഒത്തിരി ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവര് പോയിക്കൊണ്ടിരുന്ന പള്ളിയിൽ വന്ന അവിടുത്തെ ഏറ്റവും പേരുള്ള സ്കൂളിലെ പ്രിൻസിപ്പാൾ വന്ന് ഈ കുടുംബത്തെ പരിചയപ്പെട്ടിട്ട് 2 മക്കൾക്ക് അഡ്മിഷൻ കൊടുത്തു. പ്രൈസലോ. കിട്ടൂലെന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നത് കണ്ടിട്ട് അവരുടെ മക്കൾക്ക് അഡ്മിഷൻ കൊടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. രോഗിയുടെ മുറ്റത്തൂടെ വൈദ്യം നടക്കാൻ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും കൊണ്ട് തമ്പുരാൻ നമ്മുടെ അടുത്തേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ എബ്രായർ 11:1 കാണപ്പെടാത്ത ഉണ്ടെന്ന ബോധ്യം, പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പ്. എബ്രായർ 11:6 പറയുന്നുണ്ട്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? പ്രാർത്ഥിക്കാൻ നമുക്ക് എന്തെങ്കിലും നിയോഗങ്ങൾ ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? പ്രാർത്ഥിക്കാൻ നമുക്ക് എന്തെങ്കിലും നിയോഗങ്ങൾ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് 2 കസേര ഇട്ട് കൊടുത്തേ. ഇന്നത്തേക്ക് 2 പേരും ഒരുമിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമാണുള്ളത്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കാനാണ്. അനുഗ്രഹിക്കുക എന്നതാണ് ഈശോയുടെ
സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ദൈവത്തെ നമ്മൾ ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെടാൻ വേണ്ടിയാണ്. ചിലരെങ്കിലും പറയും, ഓ അതൊക്കെ നമുക്കൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അതൊക്കെ പണ്ടേ നടന്നാണ്, ഇത്രയും വർഷമായി, ഇത്രയും പ്രായമായി, ഇത്രയും നാളായി, ഇതുവരെ കിട്ടാതെ ഇനി നടക്കോ, ഇതുവരെ കിട്ടാത്തത് ഇനി നടക്കോ? നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷ കാണുന്നവരും കേൾക്കുന്നവരും പ്രാർത്ഥനാ മെസ്സേജുകൾ എഴുതിയിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ക്രിസ്റ്റീനക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ജിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബിൽബിക്കും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടവരെയും ഞങ്ങളുടെ ടീം അംഗങ്ങളെയും കൂട്ടായ്മയെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ നമുക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് എപ്പോഴും എന്തെങ്കിലും നിയോഗങ്ങൾ ഉണ്ടാകണം. വിശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മാറാത്തത് മാറുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക. മാറാത്തത് മാറുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിട്ടിയതായിട്ട് കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മൾ ഒരാൾക്ക് താങ്ക്സ് പറയുന്നത്, നന്ദി പറയുന്നത് ഒരു കാര്യം നമുക്ക് ചെയ്തു തരുമ്പോഴാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഒരുക്കി വെച്ചിരിക്കുന്ന, തന്നു കഴിഞ്ഞിരിക്കുന്ന ദൈവത്തിനെ സ്തുതിക്കുകയാണ്. ഈ ബോധ്യത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ, പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആ യാതനകൾ കുറയുന്നതിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി പാപികളുടെ വിശുദ്ധീകരണത്തിനൂടെ ചേർത്തുകൊണ്ട് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ശക്തി കടന്നു വരട്ടെ. എനിക്ക് നൽകിയ വചന പ്രഘോഷണാധികാരത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ തിരക്ക് ഈ സമൂഹത്തിന്റെ മേലെയുടെ ഭവനങ്ങളെ മേൽ നടിച്ച് എല്ലാ അന്ധകാര ശക്തികളെയും അന്തരീക്ഷ ശക്തിയുടെ അരൂപികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ കെട്ടുകൾപ്പെട്ടിട്ട് തിരക്കെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. നിരാശയുടെ ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ. അനുസരണക്കേടിന്റെ അരൂപികളെ ബന്ധിക്കുന്നു. അലസതയുടെ അരൂപിയെ ബന്ധിച്ച് കുരിശിലേക്ക് അയക്കുന്നു. കർത്താവേ, കടബാധ്യതയുടെ, രോഗങ്ങളുടെ, മടുപ്പിന്റെ, തടസ്സത്തിന്റെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹ തടസ്സത്തിന്റെ, വന്ധ്യതയുടെ, പഠന വൈകല്യങ്ങളുടെ അരൂപികളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് കുരിശിലേക്ക് കർത്താവിന്റെ ദൂതന്മാരെ സമൂഹത്തിന് ചുറ്റും സംഗീതം 34:7 ദൈവഭക്തന് ചുറ്റും പാളയമടിച്ച് സംരക്ഷിക്കുന്നു. ദൈവദൂതന്മാരുടെ അകമ്പടിയോടെ പ്രാർത്ഥിക്കുന്നു. രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിപ്പെടുകട്ടെ യേശുവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവമേ ആരാധന. സങ്കീർത്തനം 105:2 ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 105:2.
അവിടത്തേക്ക് ഗാനം ആലപിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുകയും. അവിടത്തേക്ക് ഗാനം ആലപിക്കുവിൻ. എങ്ങനെ ആലപിക്കണം? സ്തുതി ഗീതങ്ങൾ ആലപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയമോടെ ഞാൻ കർത്താവിനെ പ്രകീർത്തിക്കാം, കർത്താവിനെ പ്രകീർത്തിക്കാം. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയമോടെ ഞാൻ കർത്താവിനെ പ്രകീർത്തിക്കാം, കർത്താവിനെ പ്രകീർത്തിക്കാം. നമ്മുടെ ടീമംഗം ഏലിയാസിനെ നവദമ്പതികൾക്ക് കൂട്ടായ്മയിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യാം. മകൾ ആദ്യമായിട്ടാണ് കടന്നത്. നമ്മളെ പേരെന്താ? ആഗ്നസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയടിച്ച് സ്നേഹത്തോടെ നമുക്ക് അവരെ സ്വീകരിക്കാം. ഇനിയും വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ ദൈവം ഇവർക്ക് തന്ന അനുഗ്രഹത്തെ പ്രതി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നതോടൊപ്പം സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ മകൾ സ്നേഹാമലിയുടെയും നിർമ്മല് അവരുടെയും വിവാഹം ദൈവകൃപയാൽ മംഗളകരമായിട്ട് നടന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഇതുപോലെ വിഷമിക്കുന്ന വിവാഹം നടക്കാനുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയമോടെ ഞാൻ കർത്താവിനെ പ്രകീർത്തിക്കാം, കർത്താവിനെ പ്രകീർത്തിക്കാം. പാടിയ രാവിലെ പഴങ്കഞ്ഞിയും അച്ചാറും കഴിച്ചിട്ടാണോ വന്നത്? പ്രൈസ് ദി ലോർഡ്. ജീവനോടെ പാട്. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയമോടെ. ഈ സിലോൺ സംപ്രേഷണം പണ്ട് റേഡിയോ വെക്കുമ്പോഴേക്കും ഒരു സിലോൺ സംപ്രേഷണം ഉണ്ടായിരുന്നു. കാറ്റ് വന്നനുസരിച്ച് അല്ലെ, കാലാവസ്ഥ മാറുന്നതനുസരിച്ച് പൊട്ടലും ചീറ്റലും കയറിയും കുറഞ്ഞു. അങ്ങനെ പോലെ നമ്മൾ ജീവനുള്ള മനുഷ്യരല്ലേ, ദൈവത്തിന്റെ മക്കളല്ലേ. അതുകൊണ്ട് അയ്യോ മനുഷ്യശ്വാസന്റെ ആത്മാവൾക്ക് തമ്മിലാനവനോട് താഴ്മോഴ്ചേരുവാനുണ്ടായിരിക്കട്ടെ എന്ന് ആ രീതിയല്ല നമുക്ക് വേണ്ട. ജീവനോടെ ശക്തിയോടെ സന്തോഷത്തോടെ നമുക്ക് കിട്ടിയതിന് നന്ദി പറയുമ്പോൾ വെടിപ്പായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും അനുഗ്രഹങ്ങൾ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പാടി. കർത്താവിനെ പ്രകീർത്തിക്കാൻ. നല്ല സ്വരത്തിൽ പാടിയതോടെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ 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 നമോ നമഃ. യേശുവേ 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 നമോ നമഃ. അതോടെ യേശുവേ കൊണ്ടടപ്പ് കൊച്ചടപ്പ് കഫക്കെട്ട് അലർജി ശ്വാസതടസ്സമൊക്കെ മാറിപ്പോകും വിശ്വാസത്തോടെ. ചിലരിങ്ങനെ കാറ്റ് വിഴുങ്ങിക്കൊണ്ടാണ് പാടുന്നുണ്ട്. അവര് പാടുന്നുണ്ട്, പക്ഷെ ഉള്ളിലോട്ടാണ് ഇരുത്തുന്നത്, പുറത്തോട്ട് വന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലത്തെ അസുഖങ്ങളൊക്കെ മാറിപ്പോകും. ഇതൊരു വിശദീകരിക്കുന്ന കർമ്മമാണ്. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറാത്ത കിട്ടാത്ത സൗഖ്യം കിട്ടും. ഒറ്റ പൈസ തരണ്ടായി. പ്രൈസ് ദി ലോർഡ്. മത്തായി 10:8 രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ. അപ്പൊ എന്ത് കിട്ടും? രോഗശാന്തി കിട്ടും. പിന്നെ എന്ത് മാറും? പിശാച് പുറത്തു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച്
കണക്കിന് ബഹിഷ്കരിക്കും. പിന്നെന്ത് മാറും? കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിനും കുഷ്ഠമുണ്ട്, മനസ്സിനും കുഷ്ഠം പിടിച്ച, അതായത് മുരടിച്ച അവസ്ഥ, മടുത്ത അവസ്ഥ, ജീർണിച്ച അവസ്ഥ, മരവിപ്പുമില്ല, വേദനയില്ല, ഒന്നുമില്ല, അരിഞ്ഞു കളഞ്ഞാലും അങ്ങനെ ഒരു നിഷ്ക്രിയമായ അവസ്ഥ. കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. തളർന്ന് ചത്ത് മണ്ണടിഞ്ഞ പോലെ ഇനി എന്ത് വീട്, എന്ത് ജോലി, എന്ത് കല്യാണം, ഇനി അങ്ങോട്ട് എടുത്താ മതി എൻ്റെ ദൈവമേ. അങ്ങനെയാണ് ക്രൈസ്തലോ അനുഭവിച്ച് മതിയായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാണ്. നമ്മൾ ഒറ്റക്കാണെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഭാരമായിട്ട് തോന്നുന്നത്. ക്രൈസ്തലോ അവിടെ നമ്മൾ ഈശോയോട് കൂടെയാണ്. യെശയ്യാ 30:20-21 പറയുന്നുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ തിരിയുമ്പോൾ പുറകിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് വഴി, ഇതാണ് വഴി. ഐ ആം ദ ഡോർ, ദ വേ, ദ ട്രൂത്ത്, ദ ലൈഫ്. ആരാ പറഞ്ഞ? ഈശോ പറയുന്നു, ഐ ആം ദ വേ, ദ ഡോർ, ദ ട്രൂത്ത്, ദ ലൈഫ്. ജീസസ് സേസ്, യേശു പറയുന്നതാണ്, വേറെ ആരും പറഞ്ഞിട്ടില്ല. വേറെ ആർക്കും അതുപോലെ പറയാനും പറ്റത്തില്ല, പറഞ്ഞാലോട്ട് നടക്കത്തില്ല. ഭാരതത്തിലെ മുനിമാര് പാടി, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ ശാന്തി ശാന്തി ശാന്തി. അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക്, മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന്. എന്നാൽ യേശു ലോകത്തിലേക്ക് ഇതാ മനുഷ്യന്റെ ദൈവാന്വേഷണത്തിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ. എന്നാൽ ബൈബിളിൽ നമ്മൾ കാണുന്നു ദൈവം മനുഷ്യനെ തേടി വന്നതിന്റെ യേശു ദൈവത്തിനായ ഈശോ പറയാ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് നിങ്ങൾക്ക് മാർഗം, ഞാനല്ലാതെ മറ്റൊരു വഴിയുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8:31-32. കാലിന് മുട്ടിന് വേദന, കാൽ പാദത്തിലേക്ക് വേദന, കാലിന് മരവിപ്പ്. ഈ 3 സെക്ഷനിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച. ഹല്ലേലൂയ. കാൽമുട്ട് വേദന, കാലും മരവിപ്പ്, വെരിക്കോസ് വെയിനിന്റെ കംപ്ലൈന്റ്, കുറച്ചു നേരം പോലും നിന്നാൽ കാല് തളർന്നു പോകുന്ന പോലത്തെ അവസ്ഥ, അരക്കെട്ടിന് താഴെ ബലമില്ലാത്തത് പോലെ തോന്നുന്ന അവസ്ഥ. യേശുവേ സൗഖ്യം കൊടുക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8:31-32 വാക്യങ്ങൾ. യോഹന്നാൻ 8:31-32. നിങ്ങൾ സത്യം അറിയുകയും. അപ്പൊ നേരത്തെ പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും. ഇപ്പോൾ ഈശോ നമ്മളോട് പറയാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും. അടുത്തിരിക്കുന്നവരുടെ കൈ പിടിച്ചിട്ട് ഇത് തന്നെ സ്നേഹത്തോടെ ജീവനോടെ പറയാൻ വേണ്ടി പറയല്ലേ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും. എന്റെ ദൈവമേ, വഴക്കിട്ട പോലെ പറയല്ലേ, ജീവനോടെ സ്നേഹത്തോടെ പറയും. അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും അവരൊന്ന് സാക്ഷ്യപ്പെടുത്തിക്കോട്ടെ. സത്യം അറിഞ്ഞ് കാര്യം ശരിയായി, തടസ്സം മാറി, വഴി തുറന്ന് കിട്ടി, എന്താ കാര്യമൊന്നും മനസ്സിലായി. അതുകൊണ്ട് ഒന്നും കൂടെ കൈപിടിച്ച് സ്നേഹത്തോടെ പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പറയും, മുഖത്ത് നോക്കിയില്ല, അത് കള്ളലക്ഷണമാണെന്നാ പറയുന്നത് അല്ലേ. കാരണന്മാര് പറഞ്ഞേക്കണം കേട്ടോ, എനിക്ക് ഈ വഴി പോകേണ്ടതാണ്. പ്രൈസല്ലോ, മുഖത്ത് നോക്കി ഒന്നും കൂടെ പറയും, കൈ പിടിച്ചോണ്ട് പറയും. മണവാളി പിടിച്ചോ, നല്ലൊരു അവസരം വചനത്തിന്റെ മുന്നിൽ നിന്നിട്ട് അതിന്റെ അപ്പുറത്തൊരു പാവപ്പെട്ട നിൽപ്പുണ്ട്, അതിന്റെ കൈ പിടിച്ച് മുഖത്ത് നോക്കി പറഞ്ഞ് അതിനെ ഒന്ന് മണവാളിനാക്കി എടുക്കണം. പ്രൈസല്ലോ, ഹല്ലേലൂയ. അപ്പൊ ഒന്ന് അപ്പുറം ഇപ്പുറം നോക്കി ഒന്ന് നന്നായിട്ട് പറഞ്ഞേ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ പട്ടാളത്തിൽ ചേർന്ന പോലെ
സത്യം പറയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും. ഈ പറച്ചില് നിർദ്ദേശത്തിന്റെ വിഷയമുണ്ട്. ഒന്ന് അനങ്ങ്, ഒന്ന് ശ്വാസമൊക്കെ വലിച്ചു വിട്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്ക്. അപ്പൊ അടുത്ത പ്രാവശ്യം ഇവർക്കൊക്കെ വന്നം, ഓ അടുത്ത് നിന്ന് ആള് കൊള്ളാട്ട, പുള്ളി പറഞ്ഞത് സത്യമാണ് എന്ന് പറയും. ബ്രൈസലോ. അപ്പൊ ഒന്ന് പറഞ്ഞ, ഒന്നും കൂടെ കൈപിടിച്ച് പറഞ്ഞ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പറയും, വഴക്കിട്ട് നിൽക്കാതെ പറ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ ദൈവമേ വ്യാകുല മാതാവേ നിന്നെ വ്യാകുലം മാത്രം മാറണില്ല. നമ്മുടെ ജീവിതം ഇങ്ങനെയാ, അങ്ങനെ ഒരിക്കലും പറയരുത്. പണ്ട് മുതലേ ഇങ്ങനെയാ, സഹനദാസിയാണ്. നമ്മൾ എന്തിനു പോയാലും എവിടെ പോയാലും നമുക്ക് ചവിട്ടാം. ആ പറച്ചിൽ ആദ്യം നിർത്തുക. നമ്മുടെ തലയിൽ എന്താ